തേങ്ങാപ്പാൽ റൈസിന് ചെറിയ റൈസ് എടുത്ത് വെക്കുക, പിന്നെ ഇഞ്ചി, സവാള, പച്ചമുളക്, ഇച്ചിരി വെളുത്തുള്ളി, അതുപോലെ കുറച്ച് തേങ്ങാപ്പാലും പിന്നെ ആവശ്യമുള്ള സ്പൈസസും എടുത്ത് വെക്കുക. പിന്നെ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് നല്ല പോലെ ഒന്ന് ചൂടായി കഴിയുമ്പം സ്പൈസസ് എല്ലാം പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് എല്ലാം ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് പതിയെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 2-3 നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഓപ്ഷണലാട്ടോ. എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടു, ഇല്ലാത്തതുകൊണ്ട് ടേസ്റ്റ് ഒന്നും വ്യത്യാസം വരുന്നില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് പതിയെ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ച് അരി ഇട്ട് കൊടുക്കുക. അത് പതിയെ ഒന്ന് ലൈറ്റായിട്ട് വറുത്തെടുക്കുക, അതിലുള്ള വെള്ളമൊക്കെ തീരണ വരെ. എന്നിട്ട് വറുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇതിലേക്ക് ഞാൻ ഉപ്പിടണ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കുറച്ച് ഉപ്പ് ഇടുക, എന്നിട്ട് അടച്ചു വെച്ച് നമ്മൾ നെയ്ച്ചോറൊക്കെ വേവിക്കില്ലേ അതുപോലെ വേവിച്ചെടുക്കാം. അത് അടിപൊളി റൈസാട്ടോ. നെയ്ച്ചോറിനൊക്കെ പകരം നമുക്ക് ഈ റൈസ് ട്രൈ ചെയ്യാൻ പറ്റും. ചിക്കൻ കറിയുടെ കൂടെയും ഞണ്ട്, ചെമ്മീൻ ഒക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്.